ഗുഡ് ഈവനിങ് everybody. ആളിക്കത്തുന്ന ഒരു ചൂള പോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. എന്തുകൊണ്ടിട്ടാലും അത് കത്തിപ്പടരും. എന്താണ് കൊണ്ടിടേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ തീരുമാനങ്ങളാണ് അവിടെ. ആ തീരുമാനങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ തളർന്നു പോകാതെ ആ മനസ്സിന് ശക്തി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ICDS സൂപ്പർവൈസർക്ക് പഠിക്കുന്നവരായാലും പ്രൊബേഷൻ ഓഫീസർക്ക് പഠിക്കുന്നവരായാലും ആര് തന്നെ ആയാലും നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്. അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഒരു ആക്റ്റാണ് എടുക്കുന്നത്. പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. പോക്സോ ആക്ട് ഇത് ICDS സൂപ്പർവൈസർക്കുള്ളവർക്ക് എടുത്തതാണോ ഈ പോക്സോ ആക്ട്? മൂന്നാമത്തെ ബാച്ചിന് എടുത്തിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ പോക്സോ ആക്ടിലേക്കാണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എക്സ്റ്റൻഷൻ അടുത്ത ദിവസങ്ങളിൽ തുടരും. ഇതിപ്പോ ഇന്ന് പ്രൊബേഷൻ ഓഫീസറുടെ ക്ലാസ്സിൽ പോക്സോ ആക്ട് ഉള്ളത് കൊണ്ട് ഒരുമിച്ച് എടുക്കുവാണ്. അപ്പൊ പോക്സോ ആക്ട് അനുഗ്രഹ മൈക്കൊന്ന് മൂട്ടാക്കോ? ഓക്കെ. അപ്പോ പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് എ ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് എ ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. വന്ന വർഷം 2012. വളരെയേറെ പ്രാധാന്യമുള്ളതും പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥാനം പിടിച്ചതുമായിട്ടുള്ള ആക്റ്റാണ് പോക്സോ ആക്ടും JJ ആക്ടും എല്ലാം. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ പോക്സോ ആക്ട് വന്ന വർഷം 2012, എനാക്റ്റഡ് ഇൻ ദ ഇയർ എന്ന് പറഞ്ഞിട്ട് പല ആക്ടുകളും തരും. എന്നിട്ട് അത് നമ്മൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാറുണ്ട്. അപ്പൊ പോക്സോ ആക്ട് വന്ന വർഷം 2012 പോക്സോ ആക്ട് വരുന്നത്. The POCSO Act was passed by the Parliament May 22nd, May 2012. അപ്പോൾ അത് പാർലമെന്റ് പാസ്സാക്കുന്നത് 22nd May 2012. ഓരോ ഡേറ്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർലമെന്റ് പാസ്സാക്കുന്നത് 22 May 2012 പാർലമെന്റ് പാസ്സാക്കുന്നത്. ഇത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 19 ജൂൺ 2012. പ്രസിഡന്റിന്റെ ഒപ്പ് കിട്ടുന്നത് 2012 ജൂൺ മാസം 19 ജൂൺ 19 പ്രസിഡന്റ് അത് ഒപ്പുവെക്കുന്നത്. അപ്പോഴാണ് അതെന്താകുന്നത്? അതൊരു നിയമമായി മാറുന്നത്. ഇനി അത് പ്രാബല്യത്തിൽ വരുന്നത് November 14th, 2012 came into force 14th November 2012 നവംബർ മാസം 14 അത് പ്രാബല്യത്തിൽ വരുന്നത്. ഓരോ ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. പോക്സോ ആക്ട് വന്ന വർഷം 2012. പോക്സോ ആക്ടിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നുള്ളതാണ്. 2012 വന്നത്. അത് പാർലമെന്റ് പാസ്സാക്കുന്നത് 22nd May 2012. 2012 മെയ് മാസം 22 പാർലമെന്റ് പാസ്സാക്കുന്നത്. പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുന്നത്, അത് നിയമമായിട്ട് മാറുന്നത് 2012 ജൂൺ മാസം 19. അത് പ്രാബല്യത്തിൽ വരുന്നത് came into force 14th November 2012. നവംബർ മാസം 14. ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബറിലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്.
ഈ 3 ഡേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും മാറി മറിഞ്ഞ് ചോദിക്കാറുണ്ട്. പാർലമെന്റ് പാസ്സാക്കിയതെന്നാണ്, പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ്. അപ്പൊ ഇതിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് നമ്മുടെ പ്രതിഭ പാട്ടീലാണ്. പ്രസിഡന്റ് ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ ആണ് ഒപ്പുവെച്ച പ്രസിഡന്റ്. ഓർത്തു വെക്കുക. അപ്പൊ പോക്സോ ആക്ട് വന്നത് നമ്മൾ പഠിച്ചു. ഈ പോക്സോ ആക്ടിനെ സംബന്ധിച്ചിടത്തോളം അതില് 46 സെക്ഷനുകളും 9 ചാപ്റ്ററുമാണുള്ളത്. 46 സെക്ഷൻസ് ആൻഡ് 9 ചാപ്റ്റേഴ്സ്. 9 ചാപ്റ്ററുകളുമാണുള്ളത്. DV ആക്ടിൽ എത്ര സെക്ഷൻ ഉണ്ട്? മറന്നുപോയോ? DV ആക്ടിൽ എത്ര സെക്ഷൻ ഉണ്ട്? 37 ഉണ്ട്. വളരെ മിടുക്കികളാണ്. അപ്പോൾ പഠിക്കുന്നുണ്ട്. 37 സെക്ഷൻ ആണ് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ ഉള്ളത്. അപ്പൊ അറിയാം. അപ്പൊ ഇതില് 46 സെക്ഷനുകളാണുള്ളത്. 9 ചാപ്റ്ററുകളായിട്ട് 46 സെക്ഷനുകളാണ് ഇതിലുള്ളത്. ഈ ആക്ടിന് അമെൻമെന്റ് വരികയുണ്ടായിട്ടുണ്ട്. ഭേദഗതി വന്നു. ഭേദഗതി വന്നിരിക്കുന്നത് 2019 പോക്സോ ആക്ടിന്റെ അമെൻമെന്റ് വന്നിരിക്കുന്നത്. ഭേദഗതി വന്നിരിക്കുന്നത് അമെൻമെന്റ് 2019 പോക്സോ അമെൻമെന്റ് ആക്ട് വരുന്നു. 2019 അമെൻമെന്റ് വരുന്നത്. ഈ അമെൻമെന്റ് പോക്സോ അതിനുവേണ്ടി ബില്ല് രാജ്യസഭയിൽ ആ ബില്ല് അവതരിപ്പിച്ചത് സ്മൃതി ഇറാനി ആയിരുന്നു. രാജ്യസഭയിൽ പോക്സോ അമെൻമെന്റ് ബില്ല് രാജ്യസഭയിൽ അത് അവതരിപ്പിച്ചത് സ്മൃതി ഇറാനി ആയിരുന്നു. രാജ്യസഭയിൽ ആ ബില്ല് കൊണ്ടുവന്നത് സ്മൃതി ഇറാനി. ഇനി ആ അമെൻമെന്റ് രാജ്യസഭ പാസ്സാക്കുന്നത് 2019 ജൂലൈ 24 രാജ്യസഭ അത് പാസ്സാക്കുന്നത് 2019 ജൂലൈ 24. അമെൻമെന്റ് ആണ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ആ പാരന്റ് ആക്ടിനെ പറ്റിയാണ് പറഞ്ഞത്. അതിലുള്ള ഭേദഗതിയെ പറ്റിയാണ് രണ്ടാമത് പറയുന്നത്. ഭേദഗതി 2019 ഭേദഗതി വരുന്നത്. ആ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനി ആയിരുന്നു. അത് അനുസരിച്ചിട്ട് രാജ്യസഭയിൽ ആ ബില്ല് അവതരിപ്പിച്ച അത് രാജ്യസഭ പാസാക്കി. ആ ഭേദഗതി 2019 ജൂലൈ 24 രാജ്യസഭ അത് പാസ്സാക്കുന്നത്. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ 2 സഭയിലും പാസ്സാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ അമെൻമെന്റ് ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാറാണ്. ലോകസഭ ആ അമെൻമെന്റ് ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാറാണ് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. ഇനി ലോകസഭ അത് പാസ്സാക്കുന്നത് 2019 ഓഗസ്റ്റ് 1 രാജ്യസഭയിൽ പാസ്സാക്കുന്നത് 2019 ജൂലൈ 24. കിട്ടിയോ? 2019 ജൂലൈ 24. ഗീത എന്താ ചോദിച്ചത്? ഗീത ഇത് തന്നെയാണോ ചോദിച്ചത്? 2019 ജൂലൈ 24 ആര് പാസ്സാക്കുന്നത്? രാജ്യസഭ പാസ്സാക്കുന്നത്. ഇനി ലോകസഭയിൽ ആ ബില്ല് അവതരിപ്പിക്കുന്നത് വീരേന്ദ്രകുമാറാണ്. ലോകസഭ അത് പാസ്സാക്കുന്നത് ഓഗസ്റ്റ് 1. 2019 ഓഗസ്റ്റ് 1 ലോകസഭ ആ ബില്ല് പാസ്സാക്കുന്നത്. ഇനി പ്രസിഡന്റിന്റെ അസറ്റ്, അതായത് 2 സഭകളും പാസ്സാക്കി പ്രസിഡന്റിൽ അത് ഒപ്പുവെച്ച് ആ അമെൻമെന്റ് നിയമമായത് 2019 ഓഗസ്റ്റ് 5. നിയമമാകുന്നത് 2019 ഓഗസ്റ്റ് 5 പ്രസിഡന്റിന്റെ അസന്റ് കിട്ടുന്നത്. അത് ഈ പറഞ്ഞ അമെൻമെന്റ് ആണ്. അത് അന്ന് തുടങ്ങി തന്നെ അത് പ്രാബല്യത്തിലാകുകയും ചെയ്യുവാണ്. മനസ്സിലായോ? വേറൊരു ദിവസത്തേക്ക് പോയിട്ടില്ല. അപ്പോ പോക്സോ ആക്ടിനെ പറ്റി നമ്മൾ അതിന്റെ ബേസ് ആണ് പഠിച്ചത്. ഇനി ഈ ആക്ട് ഇന്ത്യയിൽ ഒട്ടാകെ പ്രാബല്യത്തിലുണ്ട്. ഓൾ ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. അല്ല, ഇന്ത്യ ഒട്ടാകെ ഇതിന് പ്രാബല്യമുണ്ട്. അതായത് 2019 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയപ്പോൾ
കാശ്മീരിന്റെ ആ പ്രത്യേക പദവി പോവുകയും അങ്ങനെ എല്ലാ ആക്ടുകളും അവിടെ ജമ്മു കാശ്മീർ ഒഴികെ എന്നുള്ളത് നിർവചനത്തിൽ നിന്ന് മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് ഓൾ ഇന്ത്യ ഒട്ടാകെ ഈ പോക്സോ ആക്ട് പ്രാബല്യത്തിലുണ്ട്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇനി പോക്സോ ആക്ട് 46 സെക്ഷൻസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ അമെന്റ്മെന്റ് ബില്ല്, ഈ അമെന്റ്മെന്റ് പാസ്സാക്കിയപ്പോ അമെന്റ്മെന്റില് ആ പണിഷ്മെന്റിന്റെ വർധനവാണ് ഉണ്ടായത്. അതായത് ഭേദഗതി വന്നപ്പോൾ പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ മിനിമം പണിഷ്മെന്റ് 7 years to 10 years എന്നാക്കി മാറ്റി. 7 വർഷത്തിൽ നിന്ന് 10 വർഷത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. അതേപോലെ തന്നെ the act enhanced the punishment for sexual offense against children with the provision of death penalty. നേരത്തെ ആദ്യത്തെ പാരന്റ് ആക്ടില് ഡെത്ത് പെനാൽറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 2019 അമെന്റ്മെന്റില് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളില് അതിൽ പല പല കാറ്റഗറികൾ പറയുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഡെത്ത് പെനാൽറ്റി കൂടി ഉൾപ്പെടുത്തി എന്നുള്ള ഒരു പ്രാധാന്യമുണ്ട്. ഡെത്ത് പെനാൽറ്റി വധശിക്ഷ കൂടി ഇതിൽ ഉൾപ്പെടുത്തി. ഏത് പ്രകാരം? ഭേദഗതി പ്രകാരം 2019 ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോ 2019 ഭേദഗതി ചെയ്ത സെക്ഷനുകൾ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2, സെക്ഷൻ 4, സെക്ഷൻ 5, സെക്ഷൻ 6, സെക്ഷൻ 9, സെക്ഷൻ 14, സെക്ഷൻ 15, സെക്ഷൻ 34, സെക്ഷൻ 42 ആൻഡ് 45. ഇത്രയും സെക്ഷനുകൾ 2019 ഭേദഗതികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ സെക്ഷനുകളാണ്? സെക്ഷൻ 2 ഭേദഗതി വരുത്തിയത് സെക്ഷൻ 2, സെക്ഷൻ 4, സെക്ഷൻ 5, 6, 9, 2, 4, 5, 6, 2, 4, 5, 6, പിന്നെ 9, 14, 15, 34, 42, 45, 34, 42 ആൻഡ് 45 ഇത്രയും സെക്ഷനുകളിലാണ് ഭേദഗതി വന്നത്. അപ്പോ പോക്സോ ആക്ടിന്റെ അമെന്റ്മെന്റ് നടന്നു. ആ അമെന്റ്മെന്റ് പ്രകാരം പണിഷ്മെന്റിന് വർധനവുണ്ടായി. മിനിമം പണിഷ്മെന്റ് 7 നിന്ന് 10 ആക്കുകയും ഡെത്ത് പെനാൽറ്റി പോലുള്ള പണിഷ്മെന്റുകൾ ഗൗരവകരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ എന്താണ് ചൈൽഡ് പോണോഗ്രാഫി എന്ന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം കൊടുക്കാനും 2019 നമ്മളുടെ ഈ പോക്സോ അമെന്റ്മെന്റിന് കഴിഞ്ഞു. ചൈൽഡ് പോണോഗ്രാഫി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ക്ലിയർലി ഡിഫൈൻഡ്, വളരെ ക്ലിയർ ആയിട്ട് അത് ഡിഫൈൻ ചെയ്തു. എന്താണ് ചൈൽഡ് പോണോഗ്രാഫി എന്നുള്ളത് കൃത്യമായിട്ടുള്ള നിർവചനം കൊടുക്കാൻ എന്തിനു കഴിഞ്ഞു? പോക്സോ അമെന്റ്മെന്റ് ആക്ട് 2019 കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഇതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? പോക്സോ ആക്ട് വന്ന വർഷം 2012 പോക്സോ ആക്ട് വരുന്നത്. പോക്സോ ആക്ട് ഓൾ ഇന്ത്യ ഒട്ടാകെ അത് ആപ്ലിക്കബിൾ ആണ്. അതില് 46 സെക്ഷനുകളും 9 ചാപ്റ്ററുകളുമാണ് അതിലുള്ളത്. 46 സെക്ഷൻ 9 ചാപ്റ്ററുകളുമാണ് അതിലുള്ളത്. അത് ആദ്യമായിട്ട് പാസ്സാക്കിയത്, പാർലമെന്റ് പാസ്സാക്കിയത് 22 മെയ് 2012. പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുന്നത് ജൂൺ 19, 2012. അത് പ്രാബല്യത്തിൽ വരുന്നത് 14 നവംബർ 2012. പല ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രാബല്യത്തിൽ വന്ന ഡേറ്റുകളാണ് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ അമെന്റ്മെന്റ് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാക്കിയ വർഷം ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭയിൽ സ്മൃതി ഇറാനി അത് അവതരിപ്പിക്കുകയും രാജ്യസഭയിൽ അത് വോട്ടിനിട്ട് പാസ്സാക്കുകയും ചെയ്തത് 2019 ജൂലൈ മാസം 24. ലോകസഭയിൽ വീരേന്ദ്രകുമാർ അത് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കപ്പെടുകയും ചെയ്തത് 2019 ഓഗസ്റ്റ് 1. പ്രസിഡന്റ് അതിൽ ഒപ്പുവെക്കുന്നത് 2019 തന്നെയാണ്, ഓഗസ്റ്റ് 5 എന്നുള്ളത് ഓർത്തുവെക്കുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൈൽഡ് പോണോഗ്രാഫിക്ക് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ക്ലിയർലി ഡിഫൈൻ ചൈൽഡ് പോണോഗ്രാഫി അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തു. അതേപോലെ നിരവധി സെക്ഷനുകളിൽ ഭേദഗതി വരുത്തുകയുണ്ടായി. എടുത്തു പറയേണ്ട സെക്ഷനുകളാണ് 2, 4, 5, 6, 9, 14, 15,
34, 42 ആൻഡ് 45 ഈ സെക്ഷനുകളിലെല്ലാം ഭേദഗതികൾ വരുത്തുകയുണ്ടായി. അതേപോലെ തന്നെ മാക്സിമം പണിഷ്മെന്റ് ഡെത്ത് പെനാൽറ്റി ഇതിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. മിനിമം പണിഷ്മെന്റ് 7 നിന്ന് 10 വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇതിലുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഈ 2019 ഭേദഗതിയിൽ വന്ന മാറ്റങ്ങൾ. അപ്പോ ഈ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു, കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി വന്നതാണ്. ഇറ്റ് വാസ് എനാക്റ്റഡ് ഇൻ കോൺസിക്വൻസ് ടു ഇന്ത്യസ് റാറ്റിഫിക്കേഷൻ ഓഫ് UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് എ ചൈൽഡ്. അതായത് ഒരു കൺവെൻഷൻ നടക്കുകയുണ്ടായി 1989. 1989 ഒരു UN കൺവെൻഷൻ നടക്കുകയുണ്ടായി. എന്താണ്? ദ കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് എ ചൈൽഡ്. കൺവെൻഷൻ ഓൺ ദ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷൻ നടത്തുകയുണ്ടായി. അത് UN ജനറൽ അസംബ്ലി അത് അപ്രൂവ് ചെയ്തതാണ് 1989 നവംബർ മാസം 20. 20th നവംബർ 1989 നവംബർ മാസം 20 UN ജനറൽ അസംബ്ലി ആ കൺവെൻഷൻ അപ്രൂവ് ചെയ്യുകയുണ്ടായി. എന്താ കൺവെൻഷന്റെ പേര്? കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് എ ചൈൽഡ്. കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് എ ചൈൽഡ് എന്ന് പറയുന്ന CRC. അത് UN ജനറൽ അസംബ്ലി അത് അപ്രൂവ് ചെയ്യുന്ന ഡേറ്റ് ആണ് 20th നവംബർ 1989. അത് ഓരോ രാജ്യങ്ങളും അത് റാറ്റിഫൈ ചെയ്യും. UN ജനറൽ അസംബ്ലി പാസ്സാക്കിയ ഈ നിയമങ്ങള്, കൺവെൻഷനുകൾ, അപ്രൂവ് ചെയ്ത കൺവെൻഷൻ ഓരോ അതിലുള്ള അംഗരാജ്യങ്ങളും പിന്നീട് അത് റാറ്റിഫൈ ചെയ്യും. അങ്ങനെ നമ്മളുടെ കൊച്ചു ഇന്ത്യയും അത് റാറ്റിഫൈ ചെയ്തു. അത് ഇന്ത്യ റാറ്റിഫൈ ചെയ്തത് 11th ഡിസംബർ 1992. ഇന്ത്യ റാറ്റിഫിക്കേഷൻ ഇത് റാറ്റിഫൈ ചെയ്തത് 11th ഡിസംബർ 1992, 1992. 89 അത് അപ്രൂവ് ചെയ്തത് UN ജനറൽ അസംബ്ലി. ഇന്ത്യ അത് അപ്രൂവ് ചെയ്യുന്നത് എന്നാണ് 1992 11th ഡിസംബറിലാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനും എല്ലാം വിധേയമായിട്ടാണ് ഈ പോക്സോ ആക്ട് പാസ്സാക്കുന്നത് 2012. അപ്പൊ പോക്സോ ആക്ട് വാസ് enacted in consequence to India's ratification on the UN Convention on the Right of a Child in December 1992 and also the provisions of the Constitution of India. ഇന്ത്യൻ ഭരണഘടനയിലെ കുട്ടികളുടെ സംരക്ഷണം പറയുന്നതും അതേപോലെ തന്നെ ഈ UN കൺവെൻഷനിലെ ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുള്ള ഇതും വെച്ചിട്ടാണ് ഈ 2012 ഈ പോക്സോ ആക്ട് രൂപീകരിക്കുന്നത്. റാറ്റിഫിക്കേഷനുകളിൽ പ്രധാനമായിട്ടും പറഞ്ഞത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി അതാത് അംഗരാജ്യങ്ങൾ എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെ ഉള്ളതാണ് അതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ 2012 പോക്സോ ആക്ട് വരുന്നത്. അപ്പൊ പോക്സോ ആക്ടിന്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്ന്. അപ്പൊ പോക്സോ ആക്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോ ദിസ് ആക്ട് ടു പ്രൊട്ടക്ട് ദ ചിൽഡ്രൻ from the offense of sexual assault, sexual harassment, pornography, and it also provide for the establishment of a special court for the trial of such offense and for the matters connected therewith or incidental thereto. അപ്പോ ഈ ആക്ട് പ്രകാരം കുട്ടികൾക്ക് സംരക്ഷണം കിട്ടുന്നത് 3 തരത്തിലുള്ള ഒഫൻസുകളിൽ നിന്നാണ്. കുട്ടികൾക്ക് ഈ പോക്സോ ആക്ട് പ്രകാരം സംരക്ഷണം കിട്ടുന്നത് ഇമ്പോർട്ടന്റ്. എത്ര തരത്തിലുള്ള ഒഫൻസ് ആണ്? 3 തരത്തിലുള്ള ഒഫൻസ് ആണ്. അത് കുറച്ചുകൂടി വൈഡായിട്ട് പറഞ്ഞാൽ 7 തരത്തിലുള്ള ഒഫൻസ് എന്നുകൂടി പറയാം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഒഫൻസ് ആണ്. ഈ 3 തരത്തിലുള്ള ഒഫൻസുകളിൽ നിന്ന് തന്നെ ബാക്കിയുള്ള 4 ഒഫൻസുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര തരത്തിലുള്ള ഒഫൻസുകളിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ 7 ആണ് അതിൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ ഓപ്ഷൻ 7 എടുത്ത് എഴുതണം. അതല്ല 7 ഇല്ല 3 ആണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ 3 ആണ് ആ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്, 3 എടുത്തെഴുതേണ്ടതുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ദിസ് ആക്ട് പ്രൊട്ടക്ട് ദ ചിൽഡ്രൻ
ഫ്രം ദ ഒഫൻസ് ഓഫ് എന്തിൽ നിന്നൊക്കെയാണ് ഒഫൻസുകൾ, ഏതൊക്കെ ഒഫൻസുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്? സെക്സ്വൽ അസോൾട്ട്, സെക്സ്വൽ അസോൾട്ട്. രണ്ടാമത് സെക്സ്വൽ ഹരാസ്മെന്റ്, സെക്സ്വൽ ഹരാസ്മെന്റ്. തേർഡ് ചൈൽഡ് പോണോഗ്രാഫി, പോണോഗ്രാഫി. ഈ മൂന്ന് കാര്യങ്ങളിൽ, ഈ മൂന്ന് ഒഫൻസുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക, കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ആക്ട് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ ആക്ട്, ഇതിൽ നിന്ന് തന്നെയാണ് ബാക്കി 4 ഒഫൻസുകൾ വരുന്നത്. അതായത് ഈ സെക്സ്വൽ അസോൾട്ട് തന്നെ അഗ്രാവേറ്റഡ് സെക്സ്വൽ അസോൾട്ട് ഉണ്ട്, പെനിട്രേറ്റീവ് സെക്സ്വൽ അസോൾട്ട് ഉണ്ട്. മനസ്സിലായി? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 3 എന്തായി മാറുന്നു? 7 ആയിട്ട് മാറുന്നു. മനസ്സിലായോ? ബേസ് ഈ 3 എണ്ണത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ 3 കാര്യങ്ങളിൽ നിന്ന് സെക്സ്വൽ അസോൾട്ട് ലൈംഗിക അതിക്രമങ്ങള്, സെക്സ്വൽ ഹരാസ്മെന്റ് ലൈംഗിക പീഡനങ്ങള്, ആൻഡ് ചൈൽഡ് പോണോഗ്രാഫി അതായത് കുട്ടിയെ ഉപയോഗിച്ചിട്ടുള്ള അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ പോണോഗ്രാഫി. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 തരത്തിലുള്ള ഒഫൻസുകളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 2012 നവംബർ മാസം 14-ാം തീയതി പ്രാബല്യത്തിൽ വന്ന നിയമത്തിന്റെ ഓമനപ്പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസ് ആക്ട് 2012 എന്നുള്ളത്. ദിസ് ആക്ട് പ്രൊവൈഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സ്പെഷ്യൽ കോർട്ട്. അപ്പൊ ഈ ആക്ട് പ്രകാരം പോക്സോ കോടതികളുണ്ട്. അതാണ് സ്പെഷ്യൽ കോടതികൾ. പോക്സോ കോർട്ട്, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി പോക്സോ കോടതികളാണ്. നമ്മൾ പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ മിനിമം ഒരു 4-5 എണ്ണം പത്രത്തിൽ ഉണ്ടാവും. മനസ്സിലായോ? ഇന്ന കുട്ടി അങ്ങനെ ചെയ്തു, മറ്റേ കുട്ടി ഇങ്ങനെ ചെയ്തു, പോക്സോ കോടതിയിൽ ഇന്ന ആളെ ഹാജരാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ എന്തായാലും ഉണ്ടാവും. കാരണം വേറെ വാർത്തകളിലേക്കാൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള വാർത്തകൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കോടതികളെയാണ് പോക്സോ കോടതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള കേസുകളുടെ വിചാരണ നടത്തുന്ന കോടതി പോക്സോ കോടതികളാണ്. അപ്പൊ അത്തരത്തിലുള്ള പോക്സോ കോടതികളെ പറ്റിയും ഈ ആക്ടിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ പോക്സോ കോടതികളായിട്ട് എപ്പോഴും ആക്ട് ചെയ്യുന്നത് അതാത് ജില്ലകളിലുള്ള സെഷൻസ് കോടതികളാണ്. കോർട്ട് ഓഫ് സെഷൻസ്, കോർട്ട് ഓഫ് സെഷൻസ്. മിക്കവാറും ഓരോ സ്ഥലത്തുമുള്ള സെഷൻസ് കോടതികളാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? പോക്സോ കോടതികളായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് പോക്സോ കോർട്ട് എന്നുള്ള ഒരു പദവി കൂടി കൊടുക്കുന്നു എന്നർത്ഥം. അപ്പൊ പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്ന കോടതി ഏതാണ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്, കോർട്ട് ഓഫ് സെഷൻ, ഡിസ്ട്രിക്ട് കോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏതെടുത്തെഴുതണം? കോർട്ട് ഓഫ് സെഷൻസ്, സെഷൻസ് കോടതികളാണ്. DV ആക്ട് പ്രകാരമുള്ള കേസുകൾ വിചാരണ ചെയ്യുന്നത് ഏത് കോടതിയാണ്? DV ആക്ട് പ്രകാരമുള്ളത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് എന്നാണ്. അതേസമയം പോക്സോ ആക്ട് പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? ഏത് കോടതിയാണ്? അതാണ് കോർട്ട് ഓഫ് സെഷൻസ്. അതേ സെഷൻസ് കോടതികളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോ ഇത്തരത്തിലുള്ള സെഷൻസ് കോടതികളുടെ രൂപീകരണത്തെ പറ്റിയും എന്തിൽ പറയുന്നുണ്ട്? നമ്മുടെ ഈ പോക്സോ ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോ പോക്സോ ആക്ടിൽ പറയുന്ന സെക്ഷൻ 28 of the POCSO Act provide for establishment of a special court for purpose of providing speedy trial. അപ്പോ സെക്ഷൻ 28-ലാണ്, പോക്സോ ആക്ടിലെ 28-ാമത്തെ വകുപ്പിലാണ് കേസുകളുടെ സ്പീഡി ട്രയൽ, സ്പീഡിലുള്ള വിചാരണ നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോടതികൾ രൂപീകരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ സ്പെഷ്യൽ കോടതികളുടെ ആവശ്യം എന്താണ്? സ്പീഡി ട്രയൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് വിചാരണ നടത്തുന്നതിന് വേണ്ടി സെക്ഷൻ 28 പ്രകാരം എന്ത് രൂപീകരിക്കണമെന്ന് പറയുന്നു? പോക്സോ കോടതികൾ രൂപീകരിക്കണമെന്ന് പറയുന്നു. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദി പോക്സോ ആക്ട് 2012, the state government shall, in consultation with the Chief Justice of the High Court, designated for each district,
എ കോർട്ട് ഓഫ് സെഷൻ ടു ബി എ സ്പെഷ്യൽ കോർട്ട് ടു ട്രൈ ദ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ പോക്സോ ആക്ട്, പോക്സോ ആക്ടിലെ പ്രൊവിഷൻസ് പ്രകാരം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. അപ്പോൾ ഈ പോക്സോ കോടതികൾ രൂപീകരിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതായത് സംസ്ഥാന സർക്കാരാണ് ഇത്തരത്തിലുള്ള കോടതികൾ രൂപീകരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു വാല്യൂ കൂടി ഞാൻ പറഞ്ഞു, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. അപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. സുപ്രീം കോർട്ട് അല്ല, ഹൈക്കോർട്ട്. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ കൺസൾട്ടേഷനോടുകൂടി ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്, ഓരോ ജില്ലകളിലും എ കോർട്ട് ഓഫ് സെഷൻ ടു ബി എ സ്പെഷ്യൽ കോർട്ട്, കോർട്ട് ഓഫ് സെഷനുകളെ സ്പെഷ്യൽ കോടതികളായിട്ട്, പോക്സോ കോടതികളായിട്ട് അംഗീകരിക്കുന്നു. എന്തിനു വേണ്ടി? ടു ട്രൈ ദ ഓഫൻസ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി ഹൈക്കോർട്ട് ഡിസൈനേറ്റ് ഈച്ച് ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് സെഷൻ ഷാൽ ബി എ സ്പെഷ്യൽ കോർട്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്പെഷ്യൽ കോർട്ടുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ണു മിഴിച്ച് കാതു മിഴിച്ച് നോക്കണം. നമുക്കൊരു ധൃതിയില്ല. നമ്മൾ വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോയിരിക്കുവാണ്. വെറുതെ കാള കളിക്കാനായിട്ട് പോയിരിക്കുവല്ല. വെറുതെ ഗോമൂത്രം പോലെ പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരരുത്. നമ്മൾക്ക് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം നമുക്ക് ആൻസർ എഴുതാനായിട്ട്. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. പല കുട്ടികളും ക്വസ്റ്റ്യൻ പേപ്പറിൽ പരിശീലനം ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ അത് ചെയ്തിട്ടും ഈ പറഞ്ഞ രീതിയിൽ അതേ ശരിക്കും വായിക്കാതെ അതല്ലേ ഓപ്ഷൻ ശരി, ഇതല്ലേ ഓപ്ഷൻ ശരി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ കണ്ടതാണ് ഇന്ന്. മനസ്സിലായോ? അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ണ് തുറന്നങ്ങ് നോക്കണം. നോട്ടുണ്ടോ നോട്ടില്ലയോ എന്ന്, എന്തൊക്കെയോ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അതൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗോമൂത്രം പോലെ അങ്ങ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു എന്നാ ഒന്ന് മനസ്സിരുത്തി അതൊന്ന് വായിച്ചു നോക്കുക, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ എ എന്ന് പറയുന്ന ഓപ്ഷനല്ലേ ശരി. ഇന്ന് ഞാൻ ഏതോ ഒരു ഗ്രൂപ്പിൽ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിൽ എ എന്ന ഓപ്ഷനിൽ, അപ്പോൾ വേറൊരു കുട്ടി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആ ഓപ്ഷൻ, ആ കുട്ടി കണ്ണു തുറന്ന് നോക്കാനൊന്നും പറയുന്നില്ല. ആ കുട്ടി പറയുന്നുണ്ട് അത് ഒന്നുകൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഏത് ഗ്രൂപ്പിലാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പ്രൊബേഷൻ ഓഫീസറുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങൾ അത്രയും നിരുത്തരവാദിത്തപരമായിട്ട്, ഇതിപ്പോൾ ആ കുട്ടിയെ കുറ്റം പറയുകയല്ല, മൊത്തം പൊതുവായിട്ട് ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മത്സര പരീക്ഷയാണിത്. ഈ മത്സര പരീക്ഷകളിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു വസ്തുത എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ ഇരിക്കുന്ന ഓപ്ഷനുകളായിരിക്കും. അപ്പൊ അതിൽ മികച്ചത്, ഏറ്റവും യോജ്യമായത്, അനുയോജ്യമായത് എടുത്തു പൂരിപ്പിക്കുക. അതാണ് വേണ്ടത്. പലതും യോജ്യമാകാം, പക്ഷെ അനുയോജ്യം എന്നുള്ള ഒരു പദം അവിടെയുണ്ട്. ആ അനുയോജ്യമായതായിട്ട് വേണം നമ്മൾ പൂരിപ്പിക്കാൻ. പലതും യോജിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓപ്ഷനിൽ ആരാണ് സ്പെഷ്യൽ കോർട്ട് സ്പെഷ്യൽ കോർട്ട്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഓപ്ഷൻ എ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സുപ്രീം കോർട്ട്, ഓപ്ഷൻ സി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഭയങ്കര എല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് വളരെ ആവേശത്തോടു കൂടി സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നേരെ ചാടിയിട്ട് ആദ്യത്തെ ഓപ്ഷൻ എ സ്റ്റേറ്റ് ഗവൺമെന്റ്, എന്നിട്ട് അങ്ങ് കറുപ്പിക്കും, പുരുന എന്ന് പറഞ്ഞ് കറുപ്പിക്കും. കുറെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ആലോചിക്കുക അടുത്തത് വായിക്കുന്നത്. ബിയിൽ എന്താണുള്ളത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. അതിനു മുമ്പ് സുപ്രീം കോർട്ട് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ആവേശം കൂടിയിട്ട് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് മാറിയിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് അങ്ങ് കറുപ്പിക്കും. അപ്പോഴും മാർക്ക് പോയി. അപ്പോൾ ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. പിന്നെ അതിനുശേഷം ടീച്ചറെ ബ്ലേഡ് ഉണ്ടോ, റബ്ബർ ഉണ്ടോ കുട്ടി എന്നൊക്കെ ചോദിച്ച് അവിടെ ഇങ്ങനെ നിലാവട്ടത്ത് കൊഴീനഴിച്ചിട്ടോ പോലെ എക്സാം ഹോളിൽ നടന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല.
അത് അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലേഡും അന്വേഷിക്കേണ്ട, ഒരു റബ്ബറും അന്വേഷിക്കേണ്ട, അത് റീഡ് ചെയ്യത്തേയില്ല. അത് നിങ്ങൾ മായ്ച്ചാലും അതേപോലെ തന്നെ അതിങ്ങനെ ചുരണ്ടിക്കളഞ്ഞാലും അതിലൊന്നും ഒരു ലാഭവും ഇല്ല, വെറുതെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സമയം കളയാതെ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ബുദ്ധി. അതല്ലാതെ അതിനുവേണ്ടി ബ്ലേഡ് അന്വേഷിച്ച് നടക്കാനും റബ്ബർ അന്വേഷിച്ച് നടക്കാനും ഒന്നും ഒരു രക്ഷയും കിട്ടത്തില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ശക്തമായിട്ട് ശരിയായ രീതിയിൽ കൺതുറന്ന് പഠിച്ച് വായിച്ചു വേണം അത് ആൻസർ ചെയ്യാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സെക്ഷൻ 28 സ്പെഷ്യൽ കോടതികളുടെ രൂപീകരണം പോക്സോ ആക്ടിൽ പറയുന്നത്. സെക്ഷൻ 28 പറയുന്നത് നമ്മുടെ സ്പീഡി ട്രയലിന് വേണ്ടി ഈ പോക്സോ ആക്ട് ഒഫൻസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ കോടതികൾ രൂപീകരിക്കണം കേട്ടോ. ആരാണ് ആ സ്പെഷ്യൽ കോടതികൾ രൂപീകരിക്കേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതിന്റെ വാലെന്താണ് പറഞ്ഞത്? ഇൻ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരത്തിൽ പോക്സോ കോടതികൾ രൂപീകരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടി? സ്പീഡി ട്രയലിന് വേണ്ടി. അങ്ങനെ സ്പെഷ്യൽ കോടതികൾ രൂപീകരിക്കുമ്പോൾ സാധാരണഗതിയിൽ അവിടെയുള്ള സെഷൻസ് കോടതികൾക്കാണ് ആ പദവി നൽകുന്നത്. അപ്പൊ കോർട്ട് ഓഫ് സെഷൻ ആണ് പോക്സോ കോടതികളായിട്ട് ഈ ആക്ടിന്റെ അണ്ടറിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോ നമ്മൾ പറഞ്ഞത് പോക്സോ ആക്ട് പ്രകാരം കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സംഭവമാണ്. 3 തരത്തിലുള്ള ഒഫൻസുകളിൽ നിന്നാണ് കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ആ 3 തരത്തിലുള്ള ഒഫൻസ് എന്റെ കൂടെ അങ്ങ് പറഞ്ഞു നോക്കി. ഏതൊക്കെയാണ്? സെക്സ്വൽ അസോൾട്ട്, സെക്സ്വൽ ഹരാസ്മെന്റ് ആൻഡ് പോണോഗ്രാഫി. ഈ 3 കാര്യങ്ങൾക്കാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. പിന്നെ അത് കൂടാതെ ഇതുമായിട്ട് ഈ 3 ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, 3 ബന്ധപ്പെട്ട വെച്ചാൽ ഇതിന്റെ എല്ലാം കുറച്ചുകൂടി രൂക്ഷമായ രൂപം. സെക്സ്വൽ അസാൾട്ട് അഗ്രാവേറ്റഡ് ആകുന്നു. അതുപോലെ പെനട്രേറ്റീവ് സെക്സ്വൽ അസാൾട്ട്, പെനട്രേറ്റീവ്, അങ്ങനെ അഗ്രാവേറ്റഡ് സെക്സ്വൽ ഹരാസ്മെന്റ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് 7 മാറുന്നു. അപ്പൊ 7 നമ്മുടെ മനസ്സിലുണ്ടാകുക. 3 ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ഈ ആക്ടിൽ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ കോടതികളുടെ രൂപീകരണത്തെയൊക്കെ പറ്റി പറയുന്നു. ഇനി ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്താന്ന് വെച്ചാൽ, ഈ ആക്ടിന് ഇത് ജെൻഡർ ന്യൂട്രൽ നേച്ചറാണ്. എന്താണ് ജെൻഡർ ന്യൂട്രൽ നേച്ചർ? ജെൻഡർ ന്യൂട്രൽ ആണ്. ജെൻഡർ ന്യൂട്രൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആക്ട് റെക്കഗ്നൈസ് ദാറ്റ് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് ക്യാൻ ബി വിക്ടിം ഓഫ് ദ സെക്സ്വൽ അബ്യൂസ് ആൻഡ് സച്ച് അബ്യൂസ് is a crime regardless of gender of the victim. ഇതില് സ്ത്രീകളും ഗേൾസും മാത്രമല്ല ഇതിൽ വിക്ടിമായിട്ട് വരുന്നത്. ബോയ്സിനെതിരെയും ഇത്തരത്തിലുള്ള സെക്സ്വൽ അസോൾട്ടും സെക്സ്വൽ ഹരാസ്മെന്റും പോണോഗ്രാഫിയും ഒക്കെ കടന്നു വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ഏതെങ്കിലും ഒരു ജെൻഡറായി സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ളതല്ല. മനസ്സിലായോ? ഗേൾസിന് മാത്രമുള്ളതല്ല, അത് ബോയ്സിലും അത് ആപ്ലിക്കബിൾ ആണ്. അപ്പോ ആൺകുട്ടികളിലും ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ഇത് എങ്ങനെയുള്ള നേച്ചറാണ്? ജെൻഡർ ന്യൂട്രൽ നേച്ചർ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവർ പോക്സോ ആക്ടിനെ പറ്റി ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കുമ്പോൾ വടി പിഴിഞ്ഞ പോലെ ഇരിക്കരുത്. എന്താണ്? ഇതൊരു ജെൻഡർ ന്യൂട്രൽ നേച്ചർ ആണ് ഇതിനുള്ളത്. അതായത് this act recognize both girls and boys can be the victims of sexual abuse. ഇത്തരത്തിലുള്ള ലൈംഗിക ദുരുപയോഗത്തിന് ആൺകുട്ടികളും വിധേയമാകാറുണ്ട്, പെൺകുട്ടികൾ. നമ്മൾ പത്രം വായിച്ചാൽ അറിയാൻ കഴിയും. ആൻഡ് സച്ച് അബ്യൂസ് ഇസ് എ ക്രൈം റിഗാർഡ്ലെസ് ഓഫ് എ ജെൻഡർ ഓഫ് ദ വിക്ടിം. ഒന്നാമത്തെ പോയിന്റ് കിട്ടി. ഈ ആക്ടില് ഇത് ജെൻഡർ ന്യൂട്രൽ ആണ്. Then second one, this act called for the mandatory reporting of the sexual offences. A false complaint with the intent to defame a person is punishable under this act. അപ്പോൾ ഈ ആക്ട് പ്രകാരം മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് ദ സെക്സ്വൽ ഒഫൻസ്, സെക്സ്വൽ ഒഫൻസുകള് കണ്ടു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഈ ആക്ട് സ്പെസിഫൈ ചെയ്യുന്നു. എ ഫോൾസ് കംപ്ലൈന്റ് വിത്ത് ഇന്റന്റ് ടു ഡിഫൈം എ പേഴ്സൺ, ഇനി ഒരു വ്യക്തിയെ അപമാനിക്കണം അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് പണിഷബിൾ അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം പണിഷബിൾ ആണ് കേട്ടോ എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പൊ ഒന്നാമത് പഠിച്ചു ജെൻഡർ ന്യൂട്രൽ നേച്ചർ ആണ്.
അപ്പോൾ അതേപോലെ തന്നെ പിന്നെ പറഞ്ഞത് എന്താണ്, ഈ ആക്ടില് മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് ദ സെക്ഷൽ ഒഫൻസുകൾ നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ്, ഫോൾസ് കംപ്ലൈന്റ് വിത്ത് ഇന്റന്റ് ടു ഡിഫെയിം എ പേഴ്സൺ, ഒരു വ്യക്തിയെ ഡിഫെയിം അപകീർത്തിപ്പെടുത്തണം എന്നുള്ള ഇന്റൻഷനോടുകൂടി ഒരു ഫോൾസ് കംപ്ലൈന്റ് ഉണ്ടാക്കുകയാണ് എങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് പണിഷബിൾ. അത് ആരാണോ അങ്ങനെ ഒരു ഫാൾസ് കംപ്ലൈന്റ് കൊടുത്തത് ആ പേഴ്സൺ പണിഷബിൾ ആണ്. അപ്പൊ ആ സെക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 22 അത് പറയുന്നത്. സെക്ഷൻ 22 ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുന്നതിനെ പറ്റി പറയുന്നത്. ഫോൾസ് കംപ്ലൈന്റ്, ദ പണിഷ്മെന്റ് ഫോർ ഫോൾസ് കംപ്ലൈന്റ് ഓർ ഫോൾസ് ഇൻഫോർമേഷൻ. തെറ്റായിട്ടുള്ള ഒരു വിവരം കൊടുക്കുന്നു അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു, അതിനെപ്പറ്റി പറയുന്നത് സെക്ഷൻ 22 എന്താ പറയുന്നത് നോക്കാം. എനി പേഴ്സൺ ഹു മേക്ക് എ ഫോൾസ് കംപ്ലൈന്റ് or provide false information against any person in respect of an offense committed under section 3, 5, 7 and 9 solely with the intention to humiliate, exhort or threaten or defame him shall be punished with the imprisonment for a term which may extend to 6 months or with a fine or with a both. അപ്പൊ എന്താണ് പണിഷ്മെന്റ്? ആദ്യം ഒന്ന് പഠിച്ചു വെക്കുക. എത്രയാണ്? ഫോൾസ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പണിഷ്മെന്റ് 6 months ഇംപ്രിസൺമെന്റ്, 6 മാസത്തെ തടവാണ് പറയുന്നത്. ഒരു വ്യക്തിയെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ എക്സ്റ്റോർട്ട് ഓർ ത്രട്ടൺ, പണം അപഹരിക്കണം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾസ് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? he or she shall be punished with the imprisonment for a term which may extend to 6 months or with a fine or with a both. അല്ലെങ്കിൽ ഫൈൻ കിട്ടാം അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അപ്പൊ പണിഷ്മെന്റ് പറയുന്നത് 6 മാസത്തെ തടവാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി വായിക്കാം. എനി പേഴ്സൺ, ആരെങ്കിലും, അത് ആണാകാം പെണ്ണും ആകാം, ഹു മേക്ക് എ ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുവാണ്, ഓർ പ്രൊവൈഡ് ഫോൾസ് ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു വിവരം കൊടുക്കുവാണ്, എഗെയിൻസ്റ്റ് എനി പേഴ്സൺ, വേറെ ഏതെങ്കിലും വ്യക്തിക്കെതിരെ കൊടുക്കുവാണ്, എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ആൻ ഒഫൻസ് അണ്ടർ പോക്സോ ആക്ട് എന്നോർത്താൽ മതി. അതിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 3, 5, 7 അതൊക്കെ ഈ പറയുന്ന സെക്ഷൽ അസാൾട്ട്, സെക്ഷൽ ഹരാസ്മെന്റ്, ചൈൽഡ് പോൺ. അപ്പൊ നമ്മൾ മിനിമം ഓർത്ത് വെക്കുക, നമ്മുടെ പോക്സോ ആക്ട് പ്രകാരമുള്ള ഒഫൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഫോൾസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുവാണ് സോൺലി വിത്ത് ഇന്റൻഷൻ. അവിടെ ഇന്റൻഷൻ എന്താണ്? അയാളുടെ അല്ലെങ്കിൽ അവളുടെ ഇന്റൻഷൻ എന്താണ്? ടു ഹ്യൂമിലിയേറ്റ്, എക്സ്റ്റോർട്ട്, ത്രട്ടൺ ഓർ ഡിഫെയിം, അപകീർത്തിപ്പെടുത്തുകയെന്നോ അല്ലെങ്കിൽ പണം അപഹരിക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പൈസ ഉണ്ടാക്കുകയോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും, അവനോ അവളോ ആരെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ആ ആളിങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, എങ്ങനെയുള്ള കാര്യം? ഈ പോക്സോ ആക്ട് പ്രകാരമുള്ള സെക്സ്വൽ ഹരാസ്മെന്റ്, സെക്സ്വൽ അസോൾട്ട്, പോർണോഗ്രാഫി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് തെറ്റായിട്ടുള്ളൊരു വിവരം കൊടുക്കുവാണെങ്കിൽ he shall be or she shall be punished, അവനോ അവളോ പണിഷ്മെന്റിന് അർഹതയാണ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം 6 months. ചോദിച്ച ചോദ്യമാണ്. ഫോൾസ് കംപ്ലൈന്റ് കൊടുത്താലുള്ള ശിക്ഷ പോക്സോ ആക്ട് പ്രകാരം 6 മാസത്തെ തടവും പിന്നെ ഫൈനും വരാം, രണ്ടും കൂടി ഒരുമിച്ച് വരാവുന്ന കുറ്റകൃത്യമാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 22ാമത്തെ സെക്ഷൻ. സെക്ഷൻ 22 ഫോൾസ് ഇൻഫോർമേഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ. തീർന്നില്ല. Where false complaint has been made or false information has been provided by a child, no punishment shall be imposed on such a child. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചു നോക്കണം. അതിനൊരു ഉദാഹരണമാണ് ഈ പറയുന്നത്. Where false complaint has been made or false information has been provided by whom? By a child. ഇനി അത്തരത്തിലുള്ള ഒരു ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫോൾസ് ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഒരു കുട്ടിയാണ് എങ്കിൽ നോ പണിഷ്മെന്റ് ഷാൽ ബി ഇമ്പോസ്ഡ് ഓൺ സച്ച് ചൈൽഡ്. അത്തരത്തിലുള്ള കുട്ടികൾക്ക് പണിഷ്മെന്റിന് അർഹരല്ല കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് എന്തും ആകാമല്ലോ. അപ്പൊ അങ്ങ്
ഒരാളെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ആള് എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഫോൾസ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ എന്തില്ല, പണിഷ്മെന്റ് ഇല്ല. അപ്പൊ നേരത്തെ പറഞ്ഞത് കുട്ടിയല്ലാത്ത അവനോ അവളോ ആർക്കെങ്കിലും എതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്ന കേസിലാണ് 6 മാസത്തെ കാര്യം പറഞ്ഞത്. ഇനി ഒരു കുട്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യുക, ഫോൾസ് കംപ്ലൈന്റ് ഹാസ് ബീൻ മേഡ് ഓർ ഫോൾസ് ഇൻഫോർമേഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ബൈ എ ചൈൽഡ്. എന്താ, നോ പണിഷ്മെന്റ്, പണിഷ്മെന്റ് ഇല്ല. ചൈൽഡ് ആണെങ്കിൽ നോ പണിഷ്മെന്റ്, ചൈൽഡ് ആണെങ്കിൽ പണിഷ്മെന്റ് ഇല്ല എന്നാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നത്. നോട്ട് ചെയ്യുക. തീർന്നില്ല. Whoever not being a child make a false complaint or provide false information against a child knowing it to be false, thereby victimizing such a child, shall be punished with imprisonment which may extend to 1 year or with a fine or both. എല്ലാം കൂടി മൊത്തം കൺഫ്യൂഷൻ ആയാലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ഒരു കൺഫ്യൂഷനും ഇല്ല, ശ്രദ്ധിച്ച് കേട്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. Whoever not being a child, അത് കുട്ടിയല്ല കേട്ടോ. നേരത്തെ തൊട്ടു മുമ്പ് പറഞ്ഞത് ഒരു കുട്ടി ഒരു ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോ മൂന്നാമത് ഞാൻ പറയുന്നത് whoever not being a child, കുട്ടിയല്ല, പിന്നെ ആരാണ്? മേക്ക് എ ഫോൾസ് കംപ്ലൈന്റ്, കുട്ടിയല്ലാത്ത ഒരാൾ ഒരു ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുവാണ്, ഓർ പ്രൊവൈഡ് ഫോൾസ് ഇൻഫോർമേഷൻ കൊടുക്കുവാണ്. ആർക്കെതിരെ എന്നുള്ളതാണ് ഇവിടെ. എഗെയിൻസ്റ്റ് എ ചൈൽഡ്, ഒരു കുട്ടിക്കെതിരെ കൊടുക്കുവാണ്. നോയിങ് ഇറ്റ് ടു ബി ഫാൾസ്, അത് തെറ്റാണെന്ന് അറിയാം അയാൾക്ക്. ഞാൻ കൊടുക്കുന്ന ഇൻഫോർമേഷൻ വ്യാജമാണ് എന്ന് അയാൾക്കറിയാം. എന്നിട്ടൊരു കുട്ടിക്കെതിരെ അയാൾ പറയുവാണ് അങ്ങനെ ആ കുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറയുവാണെങ്കിൽ, ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുവാണെങ്കിൽ എന്തിനു വേണ്ടിയാ? വിക്ടിമൈസിങ് സച്ച് ചൈൽഡ്, ആ കുട്ടിയെ വിക്ടിമൈസേഷൻ നടത്തുന്നതിന് വേണ്ടി. ദെൻ ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ്. അങ്ങനെയാകുമ്പോൾ പണിഷ്മെന്റ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കേണ്ടി വരും. അതാണ് പറയുന്നത് വിച്ച് എക്സ്റ്റെൻഡ് ടു 1 year. അപ്പൊ പണിഷ്മെന്റ് എത്ര വരും? 1 year പണിഷ്മെന്റ് ആണ് കൊടുക്കുക. 1 year പണിഷ്മെന്റ്. പിന്നെ ഫൈനും വരാം, അല്ലെങ്കിൽ 2 കൂടി വരാം. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ 3 സാഹചര്യങ്ങളാണ് സെക്ഷൻ 22 പറയുന്നത്. കണ്ണും കാതും കുറിപ്പിച്ചിരിക്കുക, ഉറക്കം തൂങ്ങല്ലേ, ചൂടുണ്ട്, പക്ഷെ ചെറിയൊരു വേനൽ മഴയൊക്കെ വന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നു, എല്ലാവർക്കും ഇന്ന് കുറച്ച് മഴ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയോ? മഴ കിട്ടിയോ? ഓ, നിങ്ങളുടെ നാട് എന്ത് നാടാടോ? ഞങ്ങൾക്കൊക്കെ മഴ കിട്ടിയല്ലോ. ഇന്ന് നല്ലൊരു മഴ കിട്ടി 6 മണിക്ക്. നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല മഴ. അപ്പൊ നിങ്ങളൊക്കെ കണ്ണൂരുകാരും കോഴിക്കോടുകാരും, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് ഭാഗ്യവാന്മാര്. എറണാകുളം ഭാഗ്യവാന്മാരുടെ നാട്. ഇന്ന് കിട്ടി 6 മണിക്ക് തകർപ്പൻ മഴ കിട്ടി, പക്ഷെ ചൂട് ഇരട്ടിച്ചു. ഇത്രയുമാണ് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എന്തായാലും വെറുതെ തടിച്ചുകൊണ്ട് പോയതല്ല, ഒരു ശക്തമായിട്ടുള്ള ഒരു മഴ തന്നെ വന്നു. പക്ഷെ ചൂട് ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് 22ാമത്തെ സെക്ഷൻ നമ്മൾ വൃത്തിയായിട്ട് അങ്ങ് പഠിക്കുവാൻ പോവുകയാണ്. പോക്സോ ആക്ടിൽ 22ാമത്തെ വകുപ്പ് എന്താണ് അതിൽ പറയുന്നത്? ഫോൾസ് കംപ്ലൈന്റ് അല്ലെങ്കിൽ ഫോൾസ് ഇൻഫോർമേഷൻ കൊടുത്താലുള്ള പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത് പോക്സോ ആക്ടിൽ എത്രാമത്തെ സെക്ഷനിലാണ് എന്ന് ചോദിച്ചാൽ 22 സെക്ഷൻ 22 പറയുന്നത്. അതിലെന്താ പറയുന്നത്? എനി പേഴ്സൺ ഹു മേക്ക് എ ഫോൾസ് കംപ്ലൈന്റ് or provide false information against any person of in respect of an offence committed under the POCSO Act. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഏതെങ്കിലും വ്യക്തിയെക്കെതിരെയാണ് പറയുന്നത്, കുട്ടിയെ അല്ല അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ കുറ്റപ്പെടുത്തി പറയുന്നത് എന്നുള്ളതാണ് ആദ്യത്തേൽ പറയുന്നത്. എനി പേഴ്സൺ ഹു മേക്ക് എ ഫോൾസ് കംപ്ലൈന്റ് ഓർ പ്രൊവൈഡ് ഫോൾസ് ഇൻഫോർമേഷൻ അഗേൻസ്റ്റ് എനി പേഴ്സൺ. വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരാൾ പറയുവാണ്, അവനോ അല്ലെങ്കിൽ അവളോ പറയുവാണ്, അവൾ അല്ലെങ്കിൽ അവൻ ഇങ്ങനെയുള്ള ഈ പറയുന്ന പോക്സോ ആക്ട് പ്രകാരമുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്ന് ഫോൾസ് ഇൻഫോർമേഷൻ കൊടുക്കുവാണെങ്കിൽ, എന്തിനു വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്? ഡിഫേമേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റോർഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ത്രട്ടൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ കൊടുക്കുവാണെങ്കിൽ പണിഷ്മെന്റ് പറയുന്നത്, മറന്നുകൊണ്ട് എത്രയാ പണിഷ്മെന്റ് പറഞ്ഞത്?
അതാണ് പറഞ്ഞ തെറ്റിപ്പോയി. 1 year അല്ല, 6 months. ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തെറ്റിക്കുന്ന രീതിയാണ് ഞാൻ ഈ പറയുന്നത്. Any person who make a false complaint or provide false information against any person. Any person make a false complaint against any person എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ, ഒരു സ്ത്രീ വേറൊരു സ്ത്രീക്കെതിരെ, അല്ലെങ്കിൽ ഒരു പുരുഷൻ വേറൊരു പുരുഷനെതിരെ കംപ്ലൈന്റ് കൊടുക്കുവാണ്. അപ്പൊ എനി പേഴ്സൺ എഗെയിൻസ്റ്റ് എനി പേഴ്സൺ, അങ്ങനെ ആലോചിച്ചു വെക്കുക. എനി പേഴ്സൺ ഹു മേക്ക് എ ഫോൾസ് കംപ്ലൈന്റ് ഓർ ഫോൾസ് ഇൻഫോർമേഷൻ എഗെയിൻസ്റ്റ് എനി പേഴ്സൺ. എന്തിനെ സംബന്ധിച്ച് ഈ പോക്സോ ഒഫൻസുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വ്യാജമായിട്ടൊരു പരാതി കൊടുക്കുവാണെങ്കിൽ, സോൾലി വിത്ത് ഇന്റൻഷൻ, അവൻ അല്ലെങ്കിൽ അവൾക്ക് ഒരൊറ്റ ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ. എന്താ? അയാളെ ഒന്ന് എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് ഹ്യൂമിലിയേറ്റ് ചെയ്ത് കാണിക്കുക, എക്സ്റ്റോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പൈസ അപഹരിക്കുക, അല്ലെങ്കിൽ ത്രട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക, അങ്ങനെയുള്ള ഉദ്ദേശമാണെങ്കിൽ he or she shall be punished. അവൻ അല്ലെങ്കിൽ അവള് പണിഷ്മെന്റിന് അർഹതയാണ്. വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months. അപ്പൊ എനി പേഴ്സണെതിരെ നമ്മൾ ഫോൾസ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം, പിന്നെ ഫൈൻ ഓർ ബോത്ത്. ഓക്കെ. രണ്ടാമത് പറഞ്ഞത് where false complaint has been made or false information has been provided by a child. ഇവിടെ എനി പേഴ്സൺ പോയിട്ട് അവിടെ ആരാണ്? ഒരു ചൈൽഡ് ആണ് ആർക്കെങ്കിലും എതിരെ. അത് എനി പേഴ്സൺ വേറെ ആർക്കെങ്കിലും എതിരെ കൊടുക്കാം, അല്ലെങ്കിൽ ചൈൽഡിനെതിരെ പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞാലും വേറെ ഫോൾസ് ഇൻഫോർമേഷൻ എന്ത് തരത്തിലായാലും ഒരു ഫോൾസ് ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഒരു കുട്ടിയാണ് എങ്കിൽ എന്താ അവസ്ഥ? കുട്ടിയാണെങ്കിൽ എന്താ അവസ്ഥ? എന്താ? നോ പണിഷ്മെന്റ്. കുട്ടിയാണെങ്കിൽ നോ പണിഷ്മെന്റ്, പണിഷ്മെന്റിന് അർഹയല്ല. അവനായാലും അവളായാലും അവിടെ പണിഷ്മെന്റിന് അർഹയല്ല. ഇനി മൂന്നാമത്തെ കേസ് എന്താ പറഞ്ഞത്? whoever not being a child, കുട്ടിയല്ല കേട്ടോ, പിന്നെ ആരായിരിക്കും? അപ്പൊ ഈ പറയുന്ന എനി പേഴ്സൺ ആകാം, കുട്ടിയല്ലാത്ത ആളാകാം. മേക്ക് എ ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുവാണ്, ഓർ ഫോൾസ് ഇൻഫോർമേഷൻ കൊടുക്കുവാണ് എഗെയിൻസ്റ്റ് ആർക്കെതിരെ? ചൈൽഡിനെതിരെ. അപ്പൊ എനി പേഴ്സൺ ആർക്കെതിരെ കൊടുക്കുന്നു? ചൈൽഡിനെതിരെ കൊടുക്കുന്നു. ഒരു വ്യക്തി, ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ഒരു കുട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ കംപ്ലൈന്റ് കൊടുക്കുവാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് അയാൾക്ക് അറിയാം, നോവിങ് ഇറ്റ് ടു ബി ഫോൾസ്, അയാൾക്കറിയാം അത് തെറ്റായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്, ഞാൻ വ്യാജമായിട്ടാണ് പറയുന്നത് എന്ന് അയാൾക്കറിയാം. അറിഞ്ഞുകൊണ്ട് അയാൾ കൊടുക്കുവാണെങ്കിൽ എന്തിനു വേണ്ടി? വിക്ടിമൈസിങ് സച്ച് ചൈൽഡ്, ആ കുട്ടിയെ വിക്ടിമൈസേഷൻ നടത്തുന്നതിന് വേണ്ടി കൊടുക്കുവാണെങ്കിൽ ഷാൽ ബി പണിഷ്ഡ് with the imprisonment for a term 1 year. അപ്പൊ 1 വർഷത്തെ പണിഷ്മെന്റ് ആണ് കൊടുക്കുക, 1 year. അപ്പൊ 3 സാഹചര്യങ്ങളാണ് പറഞ്ഞു. എനി പേഴ്സൺ ആണെങ്കിൽ 6 months, ചൈൽഡ് എനി പേഴ്സൺ ആണെങ്കിൽ നോ പണിഷ്മെന്റ്. ഇനി എനി പേഴ്സൺ ചൈൽഡിനെതിരെ ആണെങ്കിൽ അവിടെ കൂടും, കുട്ടിക്കെതിരെയാണെങ്കിൽ 1 year. പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നിമിഷം കുറച്ച് വെള്ളം കുടിക്കും. അപ്പൊ സെക്ഷൻ 22 കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ആക്ടിന്റെ ഫീച്ചറാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഈ ആക്ട് ഒരു ജെൻഡർ ന്യൂട്രൽ നേച്ചറാണ്, അതില് ഗേൾസും ബോയ്സും വിക്ടിംസ് ആയിട്ട് വരുമെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഈ ഒഫൻസ് മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് പറയുന്നുണ്ട്. ഈ ആക്ടിനെ ഈ
ആക്ട് കോൾ ഫോർ മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് സെക്ഷൽ ഒഫൻസ്. സെക്ഷൽ ഒഫൻസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് മാൻഡേറ്ററി, നിർബന്ധമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം. ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ അത് പണിഷ്മെന്റിന് അർഹം. ആ പണിഷ്മെന്റിനെ കുറിച്ചിട്ടുള്ള വിഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. ഇനി the act mandate that investigation in the case is to be completed within 2 months from the date of registration of FIR and trial completed in 6 months. എന്താ പറയുന്നത്? The act mandate that investigation in the case to be completed within 2 months. ഈ ആക്ട് പരാമർശിക്കുന്നത് നിർബന്ധമായിട്ടും ഇതിലുള്ള അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ ടു ബി കംപ്ലീറ്റഡ് ഇൻ 2 months, 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് വിത്തിൻ 2 months. Investigation to be completed within 2 months. രണ്ട് മാസത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. The act mandates that investigation, നോട്ട് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് വിത്തിൻ 2 months, 2 മാസത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ആ 2 മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാ? ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് FIR. FIR രജിസ്റ്റർ ചെയ്തത് തുടങ്ങി. FIR രജിസ്ട്രേഷൻ. അപ്പൊ FIR രജിസ്റ്റർ ചെയ്ത് തുടങ്ങി 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ട്രയൽ, അതിന്റെ വിചാരണ നടത്തുന്നത് ഏത് കോടതിയാ എന്ന് പറഞ്ഞ്? ഏത് കോടതിയാ വിചാരണ നടത്തുന്നേ? സ്പെഷ്യൽ കോർട്ടാണ്. സ്പെഷ്യൽ കോർട്ട് ഏത് കോർട്ടാ? സ്പെഷ്യൽ കോർട്ട് ഓഫ് സെഷൻ. മനസ്സിലായി? സ്പെഷ്യൽ കോർട്ടാണ്, ശരിയാണ്. പക്ഷെ ഏത് കോടതിയാണെന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? കോർട്ട് ഓഫ് സെഷൻ. അപ്പോ സെഷൻസ് കോടതികളാണ്. അപ്പൊ ഈ സെഷൻസ് കോടതികളിൽ കേസ് വിചാരണ പൂർത്തീകരിക്കേണ്ടത് എത്ര മാസത്തിനുള്ളിലാണ്? 6 മാസം. ട്രയൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ട്രയൽ നടത്തുന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? സെഷൻസ് കോടതികളാണ്. അപ്പൊ എത്ര? 6 മാസത്തിനുള്ളിൽ അതിന്റെ വിചാരണ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതാണ് നമ്മളോട് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്പീഡി ട്രയൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പോക്സോ കോടതികൾ രൂപീകരിക്കുന്നത്. അപ്പോ പോക്സോ കോടതികൾ ആക്ട് മാൻഡേറ്റ് നിർബന്ധമായിട്ടും പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ 2 മാസത്തിനുള്ളിൽ, ഇൻവെസ്റ്റിഗേഷൻ ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് FIR രജിസ്റ്റർ ചെയ്ത് 2 മാസത്തിനുള്ളിലും ട്രയൽ വിചാരണ 6 മാസത്തിനുള്ളിലും പൂർത്തിയാക്കേണ്ടതുണ്ട്. പോക്സോ ആക്ട് സ്റ്റേറ്റ്സ് എ സെക്സ്വൽ അസൾട്ട് ഇസ് ടു ബി, അത് ഇതിലേക്ക് നമുക്ക് എന്താണ് സെക്സ്വൽ അസൾട്ട് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. അപ്പോൾ ഈ ആക്ട് സ്പെസിഫൈ ചെയ്യുന്നത് 3 തരത്തിലുള്ള ഒഫൻസുകളെ പറ്റിയാണ് എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു. സെക്സ്വൽ അസോൾട്ട്, അതേപോലെ സെക്സ്വൽ ഹരാസ്മെന്റ്, പോണോഗ്രാഫി എന്ന് പറഞ്ഞു. ഇനി ഈ സെക്സ്വൽ അസോൾട്ട് എന്നുള്ളതിനെ പറ്റിയുള്ള നിർവചനം പറയുന്നത് സെക്ഷൻ 7-ലാണ്. സെക്സ്വൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 7, സെക്സ്വൽ അസോൾട്ട്. സെക്ഷൻ 7 7ാമത്തെ വകുപ്പിലാണ് സെക്സ്വൽ അസോൾട്ട് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ലൈംഗിക അതിക്രമം ആണ് സെക്ഷൻ 7. എന്താണ് സെക്ഷൻ 7-ൽ പറയുന്നത്? Whoever with sexual intent touches the vagina, penis, anus or breast of a child or makes the child touch the vagina, penis, anus or breast of such a person or any other person or does any other act
with sexual intent which involve physical contact without penetration is said to commit sexual assault. വളരെ വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്നുണ്ട്. whoever with sexual intent, അവിടെ പറയുന്ന ഒരു ഫാക്റ്റ് ആണ് സെക്സ്വൽ ഇൻറ്റന്റ്. സെക്സ്വൽ ഇൻറ്റന്റ് ലൈംഗികപരമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു സെക്സ്വൽ ഇന്റൻഷൻ വേണം. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോ ഹൂഎവർ ആരെങ്കിലും വിത്ത് സെക്സ്വൽ ഇന്റന്റോട് കൂടി ടച്ചസ് ദ വെജൈന, പെനിസ്, എയ്നസ് ഓർ ബ്രസ്റ്റ് ഓഫ് എ ചൈൽഡ്. അപ്പൊ ഈ പറയുന്ന ഭാഗങ്ങളില്, സ്വകാര്യ ഭാഗങ്ങളില് ഇപ്പൊ ടച്ച്, അപ്പൊ ഇതൊരു ടച്ച് ബേസ്ഡ് ഒഫൻസ് എന്ന് നമുക്ക് പറയാം. സെക്സ്വൽ ഇസ് എ ടച്ച് ബേസ്ഡ് ഒഫൻസ് ആണ്. അപ്പോ കുട്ടികളുടെ, അത് ആൺകുട്ടിയുടേതാകട്ടെ പെൺകുട്ടിയുടേതാകട്ടെ, അപ്പൊ അങ്ങനെയുള്ള സ്വകാര്യ ഭാഗങ്ങളില് ഓർ മേക്ക് ദ ചൈൽഡ് ടച്ച് ദ വെജൈന, പെനിസ്, എയ്നസ് ഓർ ബ്രസ്റ്റ് ഓഫ് സച്ച് പേഴ്സൺ. അത് ആ കുട്ടിയുടേതല്ല, അതല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമായിട്ടുള്ള ഇതില്, ഓർ എനി അതർ പേഴ്സൺ. അതായത് ഇത് ഈ പറയുന്നതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുടെ ആകണമെന്നില്ല, അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവന്റെ ആകണമെന്നില്ല. ഇനി വേറെ ഓർ എനി അതർ പേഴ്സൺ ഓർ ഡസ് എനി അതർ ആക്ട്, അതല്ലെങ്കിൽ അതുപോലുള്ള സിമിലർ ആക്ട് വിത്ത് സെക്സ്വൽ ഇന്റന്റ്. ഈ പറയുന്ന സെക്സ്വൽ ഇന്റന്റോട് കൂടി ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ വിച്ച് ഇൻവോൾവ്സ് എ ഫിസിക്കൽ കോണ്ടാക്ട്. അടുത്തൊരു പോർഷൻ പറയുന്നു വിച്ച് ഇൻവോൾവ്സ് എ ഫിസിക്കൽ കോണ്ടാക്ട്. ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വേണം വിത്തൗട്ട് പെനിട്രേഷൻ. പെനിട്രേഷൻ വേണമെന്നില്ല. ഈ സെറ്റ് ടു കമ്മിറ്റ് സെക്സ്വൽ അസാൾട്ട്. അങ്ങനെ വന്നാൽ അതിനെ നമുക്ക് സെക്സ്വൽ അസാൾട്ട് എന്ന് പറയാം. അപ്പൊ അതില് നമ്മുടെ മൈൻഡിൽ ഇരിക്കട്ടെ, സെക്സ്വൽ ഇന്റൻഷൻ വേണം, പിന്നെ എന്താ പറഞ്ഞേ, ഫിസിക്കൽ കോണ്ടാക്ട് വേണം. ഫിസിക്കൽ കോണ്ടാക്ട് വേണം. അപ്പൊ ഈ പറയുന്ന ഒന്നുകിൽ ആ കുട്ടിയുടെ, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, വിക്ടിം, ആ വിക്ടിമിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുകയോ, അതല്ലെങ്കിൽ ഈ അക്യൂസ്ഡ് പ്രതിയുടെ പറയുന്ന സ്വകാര്യ ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുകയോ, അതല്ലെങ്കിൽ ഇത് അല്ലാത്ത പ്രതിയുമല്ല വിക്ടിമുമല്ല ഇരയുമല്ല പ്രതിയുമല്ല മൂന്നാമത് വേറൊരാളുടെ ഏതെങ്കിലും സ്വകാര്യ ഭാഗങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ ടച്ച് ചെയ്യുക. പക്ഷെ അവിടെ എന്ത് വേണം? സെക്സ്വൽ ഇന്റൻഷൻ. സെക്സ്വൽ ഇന്റൻഷൻ വേണം. അതോടൊപ്പം ദാറ്റ് ലീഡ്സ് ടു ഫിസിക്കൽ കോണ്ടാക്ട്. ദാറ്റ് ലീഡ് ടു ഫിസിക്കൽ കോണ്ടാക്ട്. ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വേണം. എങ്കിലാണ് എന്തു പറയാൻ കഴിയത്തുള്ളൂ, അവിടെ ഒരു സെക്സ്വൽ അസോൾട്ട് നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് വളരെയേറെ കോളിളക്കം സൃഷ്ടിച്ച് ഈ അടുത്ത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഒരു ബോംബെ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മളുടെ പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. പുഷ്പ ഗനേഡിവാല എന്ന് പറയുന്ന ഒരു ജഡ്ജ് അത് ഇന്റർപ്രറ്റ് ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട്, അതായത് ആ ഒരു കുട്ടിയെ ഇതേപോലെ പോക്സോ ആക്ടിന്റെ പരിധിയിൽ വരത്തില്ല, ഗുവ വാങ്ങിക്കാനായിട്ട് പേരക്ക വാങ്ങിക്കാൻ പോയ കുട്ടിയെ ഒരാളെ വിളിച്ചു കൊണ്ടുപോയി, ഒരു പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോയി. അത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സെക്സ്വൽ അസോൾട്ട് ആ കുട്ടിയിൽ നടത്തി. അതിനുശേഷം ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഇയാളെ കണ്ടു. ഇയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഈ അമ്മ ചെല്ലുമ്പോൾ ഒരു റൂമിലാക്കി ഈ കുട്ടി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കേസായിട്ട് വന്നു. പോക്സോ പ്രകാരം പോലീസ് കേസെടുത്തു. ഹൈക്കോടതിയിലെ ജഡ്ജായ പുഷ്പ ഗനേഡിവാല, ജസ്റ്റിസ് പുഷ്പ ഗനേഡിവാല എന്ന് പറയുന്ന ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞു അത് അവിടെ ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വന്നില്ല, ഫിസിക്കൽ കോണ്ടാക്ട് വേണമെന്ന് പറഞ്ഞല്ലോ. ആക്ടിൽ അങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? സെക്സ്വൽ ഇന്റന്റ് ദാറ്റ് ലീഡ് ടു എ ഫിസിക്കൽ കോണ്ടാക്ട്. ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വരണം. അപ്പോ ഡ്രസ്സിന് പുറത്തുകൂടിയാണ് ആ കുട്ടിയെ സ്പർശിച്ചത് എന്നാണ് ജസ്റ്റിസ് പുഷ്പ ഗനേഡിവാല പറഞ്ഞത്. അതുകൊണ്ട് മറ്റുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റും, പക്ഷെ പോക്സോ ആക്ട് അതിൽ അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു. പോക്സോ ആക്ട് പ്രകാരമുള്ള സെക്സ്വൽ അസോൾട്ട് അതിൽ വരാൻ പറ്റത്തില്ല. കാരണം
അവിടെ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വന്നില്ല. ആ ബ്ലൗസിന് പുറത്ത് ഉള്ള ഒരു ആ ബ്ലൗസിലാണ് ടച്ച് ചെയ്തത്, അല്ലാതെ അതിനകത്ത് അല്ല എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനമാണ് ആര് കൊടുത്തത്? ജസ്റ്റിസ് പുഷ്പ ഗനേഡിയവാല. അതാണ് കോളിളക്കം സൃഷ്ടിച്ചത്. അതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവര് അതിനെതിരെ പ്രതികരിച്ചു. കാരണം ഒരു കൊച്ചുകുട്ടി ഇത്രയും ഇത് ആക്കിയിട്ട് അതിന് ഇങ്ങനൊരു ഇങ്ങനെ വ്യാഖ്യാനം കൊടുത്തതല്ല, ആക്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, സെക്ഷുവൽ ഇന്റന്റ് വിത്ത് ഇന്റൻഷൻ ടു. പക്ഷെ അവിടെ സെക്ഷുവൽ ഇന്റന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ടച്ചിന് പ്രാധാന്യമില്ല എന്ന് വ്യാഖ്യാനിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? പുഷ്പ ഗനേഡിയവാലയ്ക്ക് കഴിഞ്ഞില്ല. ജസ്റ്റിസ് പുഷ്പ ഗനേഡിയവാലയ്ക്ക് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ആ കേസ് സുപ്രീം കോടതിയിൽ എത്തുകയുണ്ടായി. അപ്പൊ സുപ്രീം കോടതി അതിന് കൃത്യമായ നിർവചനം കൊടുക്കുകയും ചെയ്തു. ആ കേസ് സതീഷ് റാഗ്ഡെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. എന്താണ് ആ കേസ്? സതീഷ് റാഗ്ഡെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഇമ്പോർട്ടന്റ് രാഷ്ട്ര. അതായത് പോക്സോ ആക്ടില് റീസെന്റ് കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് ഏതാണെന്ന് ചോദിച്ചാൽ വടി വിഴുങ്ങിയ പോലെ ഇരിക്കരുത്. ഏതാണ്? സതീഷ് റാഗ്ഡെ, RAGDE, റാഗ്ഡെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഈ കേസിലാണ് ഈ വിചിത്രമായ വിധി ജസ്റ്റിസ് പുഷ്പ ഗനേഡിയവാല, ആ ജസ്റ്റിസിന്റെ പേരും ഓർത്തിരിക്കുക. ഇപ്പൊ ഈ അടുത്ത പോക്സോ ആക്ടില് ഒരു വിവാദമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത ജസ്റ്റിസ് താഴെ കൊടുത്തിരിക്കുന്നവർ ആരാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് പുഷ്പ ഗനേഡിയവാല. ഏത് കോടതിയാണെന്ന് ചോദിച്ചാൽ ബോംബെ ഹൈക്കോർട്ട്. അപ്പൊ ജസ്റ്റിസ് ഗനേഡിയവാല ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഈസ് നോട്ട് നെസസറി ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ സെക്ഷൽ അസാൾട്ട് അണ്ടർ സെക്ഷൻ 7. സെക്ഷൻ 7 പ്രകാരമുള്ള സെക്ഷൽ അസാൾട്ട് നടക്കണമെങ്കിൽ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വേണ്ട. The main ingredient for sexual assault is sexual intent. അവിടെ സെക്സ്വൽ ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അതല്ലേ ശരി? കാരണം എന്താ വെച്ചാല് ബ്ലൗസിന് പുറമെയാണ് തൊട്ടത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇയാള് ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അയാളുടെ ഇന്റൻഷൻ എന്താണ്? ദാറ്റ് ഇസ് എ സെക്സ്വൽ ഇന്റൻഷൻ. അതിനുവേണ്ടിയല്ലേ കൊണ്ടുപോയത്. പിന്നെ അതിനുശേഷം തൊട്ടോ എന്നുള്ളതിന് ഒരു പ്രാധാന്യം വരുന്നുണ്ടോ? അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു. ഇതിപ്പോ വേർഡ് ടു വേർഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് ജസ്റ്റിസ് കൊടുത്തത്. ജസ്റ്റിസ് പുഷ്പ ഗനേഡിയവാല കൊടുത്തത് സെക്ഷുവൽ ഇന്റന്റ് ദാറ്റ് ലീഡ് ടു ഫിസിക്കൽ കോണ്ടാക്ട്. അത് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ അങ്ങ് കൊടുത്തു. അതല്ലല്ലോ, അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അപ്പൊ സുപ്രീം കോടതി ജഡ്ജസ് പറഞ്ഞത് ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഈസ് നോട്ട് നെസസറി ടു കൺസ്റ്റിറ്റ്യൂട്ട് ദ സെക്ഷൽ അസാൾട്ട് അണ്ടർ സെക്ഷൻ 7. ഏത് കേസിലാണ് എന്ന് ചോദിക്കാം. ഏതാണ്? സതീഷ് റാഗ്ഡെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഈസ് നോട്ട് നെസസറി. സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് നോട്ട് നെസസറി എന്ന് പറഞ്ഞ കേസ്. അപ്പൊ ഇത് സുപ്രീം കോടതിയിൽ വന്നപ്പോ ആ കേസിന്റെ സൈറ്റേഷൻ, ആ ഹെഡിങ് മാറി കേട്ടോ. അപ്പൊ വന്ന കേസിന്റെ പേര് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അനദർ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അനദർ. അതായത് ആ കേസ് കൊള്ളൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ അതിന് അപ്പീൽ പോയി സുപ്രീം കോടതി. അപ്പൊ അവിടെ സ്റ്റേറ്റിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നത് അറ്റോർണി ജനറൽ ആണ്, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ടാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് പിന്നെ കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഈ സതീഷ് രണ്ടാമത് വന്നു വേഴ്സസ് സതീഷ്. അപ്പൊ ആ കേസിലാണ് അതേപോലെ ദേശീയ വനിതാ കമ്മീഷനൊക്കെ കക്ഷി ചേർന്നു. കാരണം ഇത് വളരെയേറെ മോശപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് പത്രത്തിലേക്ക് വളരെ ഇതായിട്ട്. അപ്പൊ അവരെല്ലാവരും ചേർന്നിട്ട് ഒരു കൂട്ട ഹർജി കൊടുക്കുകയുണ്ടായി. അപ്പൊ ആ കേസിന്റെ സൈറ്റേഷൻ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അനദർ എന്നാണ്. അപ്പൊ അതിൽ വിധി പറഞ്ഞത് ഈ പറഞ്ഞ സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് നോക്കണ്ട, സെക്ഷൽ ഇന്റൻഷൻ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് വിധി പറഞ്ഞ ജഡ്ജസ് ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത്, UV ലളിത്, ജസ്റ്റിസ്
ഉദയ് ഉമേഷ് ലളിത് വേഴ്സസ് അതുപോലെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് അതേപോലെ ജസ്റ്റിസ് ബേല എം ഈ 3 ജസ്റ്റിസുമാരാണ് അതിന് യുക്തമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തത്. അപ്പോ ഏതൊക്കെ ജഡ്ജിമാരാണ്? ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത് നമ്മുടെ പിന്നീട് ചീഫ് ജസ്റ്റിസ് ആയതാണ്. അപ്പോൾ ജസ്റ്റിസ് ഉദയ് ഉമേഷ് ലളിത്, ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, ജസ്റ്റിസ് ബേലായം, ഈ 3 പേരാണ് അതിന് കൃത്യമായിട്ടുള്ള നിർവചനം കൊടുത്ത് ഈ വിധി കൊണ്ടുവന്നത്. സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഈസ് നോട്ട് നെസസറി എന്ന് പറഞ്ഞത്. അവിടെ എന്തുണ്ടോ എന്ന് നോക്കിയാൽ മതി, സെക്സ്വൽ ഇന്റൻഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ വിധിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Supreme Court held that indirect touch would also constitute a sexual assault under the POCSO Act. POCSO Act പ്രകാരം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ടച്ച് ആണെങ്കിൽ പോലും സെക്സ്വൽ അസോൾട്ടിന്റെ പരിധിയിൽ വരും. അവിടെ നോക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ, സെക്സ്വൽ ഇന്റൻഷൻ ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇൻഡയറക്റ്റ് ടച്ച് വേണമെന്നില്ല, ഇൻഡയറക്റ്റ് ടച്ച് ആയാലും മതി എന്ന് സുപ്രധാനമായിട്ടുള്ള വിധി പറയുകയുണ്ടായി. അപ്പൊ അതാണ് സെക്സ്വൽ അസോൾട്ടിനെ പറ്റി പറഞ്ഞത്. അപ്പൊ സതീഷ് റാഗ്ഡെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന കേസിലാണ് അത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള വിധി വന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? സെക്സ്വൽ അസോൾട്ടിനെ കുറിച്ച് പോക്സോ ആക്ടിൽ പറയുന്ന സെക്ഷൻ ഏതാണ്? ചോദിച്ച ചോദ്യം 7ാമത്തെ സെക്ഷനിലാണ് സെക്സ്വൽ അസോൾട്ടിനെ കുറിച്ചിട്ടുള്ള നിർവചനം പറയുന്നത്. ഒന്നുമില്ല, അത് ആരെങ്കിലും വിത്ത് സെക്സ്വൽ ഇന്റൻഷൻ, നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം സെക്സ്വൽ ഇന്റൻഷനോടുകൂടി ഈ പറയുന്ന സ്വകാര്യ ഭാഗങ്ങളിൽ ആ കുട്ടിയുടേതോ അല്ലെങ്കിൽ ആ അക്യൂസ്ഡിന്റെയോ അല്ലെങ്കിൽ വേറൊരാളുടെയോ ആയാലും മതി. അത് സെക്സ്വൽ ഇന്റൻഷനോട് കൂടിയാണെങ്കിൽ അവിടെ ദാറ്റ് ലീഡ് ടു എ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ വിത്തൗട്ട് പെനട്രേഷൻ ദാറ്റ് ഈസ് സെഡ് ടു ബി എ സെക്സ്വൽ അസാൾട്ട് എന്ന് പറയുന്നു സെക്ഷൻ 7. ഇനി അത് വ്യാഖ്യാനം ചെയ്തത്, അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട കേസാണ് സതീഷ് റാഗ്ഡെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഏത് ഹൈക്കോടതിയാണ്? ബോംബെ ഹൈക്കോർട്ടാണ്. അവിടുത്തെ ജഡ്ജ് ആരായിരുന്നു? ജസ്റ്റിസ് പുഷ്പ ഗനേഡിയവാല എന്ന് പറയുന്ന ജസ്റ്റിസ് ആണ്. അപ്പൊ അതിനെതിരെ അപ്പീല് പോവുകയുണ്ടായി. ദേശീയ വനിതാ കമ്മീഷനൊക്കെ അപ്പീല് പോയി. അപ്പൊ ആ സൈറ്റേഷൻ അറ്റോർണി ജനറൽ വേഴ്സസ് ഓഫ് ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അനദർ. ആ കേസിൽ 3 പേരടങ്ങുന്ന ഒരു ബെഞ്ച് വിധി പറയുകയുണ്ടായി, സുപ്രീം കോടതി ബെഞ്ച്. അതിൽ വരുന്നത് UV ലളിത്, ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, ജസ്റ്റിസ് ബേലായം, ഇവർ 3 പേരുമാണ് വിധി പറഞ്ഞത്. അവർ പറഞ്ഞത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഈസ് നോട്ട് നെസസറി ആൻഡ് ദ ഓഫൻസ് അണ്ടർ സെക്ഷൻ 7. സെക്ഷൻ 7 പ്രകാരമുള്ള സെക്സ്വൽ അസോൾട്ടില് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വേണ്ട, ഓൺലി ഇന്റൻഷൻ മാത്രം മതി എന്നുള്ളതാണ് പറഞ്ഞത്. ഇൻഡയറക്റ്റ് ടച്ച് ഓൾസോ അങ്ങനെയും വരാം. ഇൻഡയറക്റ്റ് ടച്ച് എന്ന് പറയുന്നത് സെക്സ്വൽ അസാൾട്ടിൽ വരുമെന്ന് പറഞ്ഞ കേസ് ഏത്? വളരെ ഇമ്പോർട്ടന്റ്. ഏതാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വേഴ്സസ് സതീഷ് ആൻഡ് അനദർ. ഇതും പഠിക്കുക. ചിലപ്പോൾ ഈ സൈറ്റേഷൻ ആയിരിക്കും വരിക, സതീഷ് റാഗ്ഡെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നുള്ള കേസും ആയിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് ഓർത്തു വെക്കുക. അപ്പൊ അതാണ് ആ കേസിൽ പറഞ്ഞത്. ഇനി പണിഷ്മെന്റ്, ആ സെക്സ്വൽ അസോൾട്ടിന് പണിഷ്മെന്റ് പറയുന്നുണ്ട്. whoever commit sexual assault shall be punished with imprisonment of either description for a term which shall not be less than 3 years but which may extend to 5 years and shall also liable to fine. അപ്പൊ സെക്ഷൻ 8 അതിന്റെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ സെക്ഷൻ 7 എന്താണ് സെക്സ്വൽ അസാൾട്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിന് ശിക്ഷ കൊടുക്കണ്ടേ? ശിക്ഷ കൊടുക്കണം. അപ്പൊ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 8 എന്താണ് പണിഷ്മെന്റ് പറയുന്നത്? Whoever commit sexual assault
shall be punished with imprisonment of either description for a term which shall not be less than 3 years. 3 വർഷം shall not be less than 3 years. 3 വർഷത്തിൽ കുറയാൻ പാടില്ല. But which may extend to 5 years. 5 വർഷം വരെയും ഇത് കിട്ടുന്ന കുറ്റകൃത്യമാണ്. ആൻഡ് ഓൾസോ ലയബിൾ ടു ഫൈനും കിട്ടാവുന്ന കുറ്റകൃത്യമാണ് എന്ന് പറയുന്നു. അപ്പൊ സെക്ഷൻ 8 ഇത് പറയുന്നത്. എന്താണ് സെക്ഷൻ 8 പോക്സോ ആക്ട് സെക്ഷൻ 8 പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നു. എന്താ പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്? ഹു എവർ commit sexual assault shall be punished with imprisonment of either description for a term which shall not less than 3 years. 3 വർഷത്തിൽ താഴാൻ പാടില്ല. അപ്പൊ മിനിമം 3, മാക്സിമം 5. അങ്ങനെ ഓർത്തു കൊടുക്കുക. മിനിമം 3 years. അപ്പൊ സെക്ഷൽ അസാൾട്ടിന് പണിഷ്മെന്റ് പറയുന്നത് മിനിമം 3 വർഷം, മാക്സിമം 5 വർഷം എന്നുള്ള രീതിയിലാണ് പണിഷ്മെന്റ് പറയുന്നത്. സെക്ഷൻ 8 പറയുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. തൽക്കാലം അവിടെ നിൽക്കട്ടെ. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ആക്റ്റാണ്, സൂക്ഷിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇരിക്കാനായിട്ട് നല്ല സുഖമാണ്. പഠിക്കുന്നത് അപ്പം തന്നെ അങ്ങ് മനസ്സിലായൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും അതെടുത്ത് നോക്കുമ്പോഴാണ് പണി പാളുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പം പറഞ്ഞ കേസ് സൈറ്റേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. റീസെൻ്റ്ലി നടന്ന കേസുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥാനം നേടാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്കിപ്പോൾ എന്തായാലും ഭയങ്കര കോമ്പറ്റീഷനൊക്കെ ആയതുകൊണ്ട് തന്നെയും കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയും പല കോച്ചിങ് സ്ഥാപനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നവർ അവരുടെ ആ ഗുണനിലവാരം ഉയർത്തുന്നതിനും അവരുടെ പ്രാവീണ്യം തെളിയിക്കുന്നതിനും വേണ്ടി ഒരിക്കലും ആരും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് സമീപകാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിക്കാതിരിക്കാം, അവരെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ PSC ഇടും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഭാഗം നോക്കിയിട്ടുണ്ടാകത്തില്ല. ഇത്രയും സിമ്പിളാകുമെന്ന് നമ്മൾ വിചാരിക്കത്തില്ല. അതേപോലെ സിമ്പിളായുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ്. ഇതിന് ഇടമധ്യയിൽ നിന്നുള്ളത് ചിലപ്പോൾ ഒക്കെ വരാനായുള്ള സാധ്യതകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും താഴത്തെ ലെവലും പഠിക്കണം, ഏറ്റവും മുകളിലത്തെ ലെവലും നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള രീതിയിൽ കോമ്പറ്റീഷൻ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആ ആഗ്രഹം വെച്ച് പുലർത്തി പഠിക്കുന്ന കാര്യങ്ങളിൽ ഉപേക്ഷ വിചാരിക്കാതെ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഒരിക്കലും ഒരു ധൃതി പിടിക്കേണ്ട കാര്യമില്ല. ICDS പഠിക്കുന്നവർക്ക് 116 ദിവസങ്ങളുണ്ട്. നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ പഠിക്കുന്നവർക്ക് വീണ്ടും 116ൻ്റെ കൂടെ വീണ്ടും മാസങ്ങളുണ്ട്. അതായത് ഡിസംബറിലാണ് എക്സാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൃതിയൊന്നും പിടിക്കണ്ട. ഈ കിട്ടുന്ന പാഠഭാഗങ്ങൾ ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് ഇപ്പോൾ വളരെ കുറച്ചൊക്കെ പറഞ്ഞത് തന്നെ പറഞ്ഞ് എത്ര പ്രാവശ്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ച് പിന്നെ നോട്ട് കൂടി വരുമ്പോഴൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്ന് കേട്ട് ഒന്ന് റെഡിയാക്കി അങ്ങ് പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ അങ്ങ് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഇതിൽ നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടെ തന്നെ പോകാനായിട്ട് പലർക്കും കഴിയാറില്ല. പല പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ അതല്ലെങ്കിൽ വേറെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ പോകും. എന്നിട്ട് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും തിരിഞ്ഞിങ്ങോട്ട് വരും. അപ്പോഴേക്കും ഇവിടെ കുറേ ആയിട്ടുണ്ടാകും. അപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് പിന്നെ നെഞ്ചത്തടിച്ച് ഒരു കരച്ചിലാണ്. മനസ്സിലായി, ഇതൊന്നും കഴിയുന്നില്ല, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ കുറേ പേരെന്ത് ചെയ്യും, സുല്ലിട്ട് ഇനി എനിക്ക് നടക്കത്തില്ല, വേണ്ട, ആ പൈസ പോയത് പോട്ടെ. അതൊന്നും ചിലരാണെന്നുണ്ടെങ്കിലോ വേണ്ട, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തോണ്ടിയും വലിച്ചു നോക്കി എന്തെങ്കിലുമൊക്കെ പഠിക്കാം, കുറച്ച് പൈസ കൊടുത്തതല്ലേ, അങ്ങനെ തോണ്ടിയും വലിച്ചു കുറച്ചങ്ങ് പഠിക്കും. ചിലർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നനഞ്ഞ് ഇനി കുടിച്ചിട്ട് കയറാം. എല്ലാ ഭാഗങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും ചില ഭാഗങ്ങൾ സാറ് പറയുന്ന ഭാഗങ്ങൾ അങ്ങ് പഠിക്കാം. വേറൊരു ചിലർ ഇനി ഒരു പണിയാണ്, കഴിഞ്ഞത് അങ്ങോട്ട് പോട്ടെ, ഇനി ഇപ്പോൾ പഠിക്കുന്നത് തുടങ്ങി അങ്ങ് പഠിച്ചു പോകാം, കഴിഞ്ഞത് അവിടെ കിടക്കട്ടെ. ഇതെല്ലാം തെറ്റായ ധാരണകളാണ്.
അത് ഒരിക്കലും നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താതെ എങ്ങനെ ഇരിക്കാമെന്നാണ് നിങ്ങൾ ഈ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ നിലനിൽക്കുന്നത് കൊണ്ട് ഓരോ പാഠഭാഗങ്ങൾക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഓരോരോന്നിനും പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അതായത് ഹോം സയൻസ് ആയാലും സൈക്കോളജി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ആക്ട് ആണെങ്കിലും സോഷ്യൽ ലെജിസ്ലേഷൻ ആണെങ്കിലും എന്താണെങ്കിലും പഠിപ്പിക്കുന്നത് എല്ലാം ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. നോട്ടും വായിക്കണം, ക്വസ്റ്റ്യൻ പേപ്പറും വായിക്കണം, ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യണം, ക്ലാസ്സുകളും കേൾക്കണം. ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. അതോടൊപ്പം തന്നെ മോട്ടിവേഷനും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇതെല്ലാം കൂടി സമഗ്രമായിട്ട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് അടിപതറിപ്പോകും. എല്ലാം നമുക്ക് അറിയാം അല്ലെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, ഈ സാർ അവിടെ നിന്നങ്ങ് പറഞ്ഞ് ഈ സമയങ്ങൾ നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ, എനിക്കും തിരക്കുള്ളതാണ്, എനിക്കും നോമ്പും കാര്യങ്ങളും പ്രശ്നങ്ങളും ചൂടും ഇതൊക്കെ ഉള്ളതാണ്. എങ്കിൽ പോലും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സുല്ലും പറഞ്ഞ് നമസ്തയും പറഞ്ഞ് അങ്ങ് പോകാം. പക്ഷെ അത് പോകാതെ ക്ലാസ് തുടങ്ങുമ്പോഴും ക്ലാസ് ഒടുങ്ങുമ്പോഴും ഒക്കെ നിങ്ങളുടെ തലയിലേക്ക് ഇത് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് കുറേയെങ്കിലും ഒക്കെ അങ്ങ് മുന്നേറി ഒരാളെങ്കിലും അതിനകത്ത് രക്ഷപ്പെട്ടങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ തിരക്ക്, അപ്പോൾ നിങ്ങൾ ക്ലാസ് അങ്ങ് കഴിയുമ്പോഴത്തേക്ക് അപ്പം തന്നെ അങ്ങ് കൂട്ടത്തോടു കൂടി അങ്ങ് പലായനം ചെയ്തങ്ങ് ഗാസയിലേക്കും പലസ്തീനിലേക്കും പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കിതെല്ലാം ആവശ്യമുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലാസ് പോലെ തന്നെ ക്ലാസ്സിന് ശേഷവും ക്ലാസ് തുടങ്ങുമ്പോഴും ഒക്കെ പറയുന്നത് എല്ലാം ക്ലാസ്സിൻ്റെ ഭാഗം തന്നെയാണ്. മനസ്സിലായി? ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് എടുത്ത് തീർത്താൽ മതി. ഈ പുരാണം പറയുന്ന നേരം കൊണ്ട് ചിലർ അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മൾ വെറുതെ ഒരു ക്ലാസ്സുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിലൊരു ജെന്യുനെസ് ഇല്ല. അതായത് ഒരു സിൻസിയറിറ്റി അതിൽ കാണാൻ കഴിയത്തില്ല. അതായത് അതിൽ അവിടെ എവിടെയോ ഒരു പ്രോഫിറ്റാണ് അവിടെ ലക്ഷ്യമിടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അവർക്ക് ടൈമിന് അവർ പ്രാധാന്യം കൊടുത്തിട്ട് എന്തിനാ വെറുതെ പൈസ എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോകും. അതായത് ആ ക്ലാസ് അങ്ങ് എടുത്തിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ ചൂടും ഈ നോമ്പ് കാലങ്ങളിലൊക്കെ ഇത്രയും നിന്ന് സംസാരിച്ചുകൊണ്ടൊന്നും ആരും നിൽക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാനും ഇതിനൊക്കെ ചേർന്നിട്ടുള്ള വ്യക്തിയാണ്, എനിക്കറിയാം. എല്ലാവരും അവരുടേതായിട്ടുള്ള സ്വാർത്ഥ ലാഭങ്ങളും കൊണ്ടങ്ങ് പോകും. പക്ഷെ എനിക്കതിന് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഞാൻ വേറെയല്ല, നിങ്ങൾ വേറെയല്ല, നമ്മളൊരു ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് എൻ്റെ പ്രശ്നം കൂടിയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മാത്രം പ്രശ്നമായിട്ട് ഞാനത് തള്ളി വിടുന്നില്ല. നിങ്ങളുടെ വിജയം എൻ്റെ വിജയമാണ് എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥ വസ്തുത. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് പഠിക്കാനും ഇതിൻ്റെ ആ കാര്യങ്ങൾ, അതാണ് പറഞ്ഞത്, ഓരോരുത്തരും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അവർ 3 ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി അവർ വളരെയേറെ ഇതാക്കിയിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത്. പണ്ടങ്ങനെയല്ല, അവർ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ഒരു രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിരലിലുണ്ടാവും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ, അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എല്ലാം പുതിയ ക്വസ്റ്റ്യൻസൊക്കെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കാതെ. ഇനിയും വൈകിട്ടൊന്നുമില്ല, 116 ദിവസമുണ്ട്, 116 ദിവസം ICDSനുണ്ട്. വളരെ വലിയൊരു കാലയളവാണ്. ഒരിക്കലും നമുക്ക് എത്ര ദിവസമുണ്ട് എന്നുള്ളതല്ല, കിട്ടിയ സമയം 20 ദിവസം കിട്ടിയുള്ളൂ. ആ 20 ദിവസം നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രാധാന്യം എന്നുള്ളത് ഓർക്കുക. അപ്പോൾ എന്തായാലും ഇനി കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എന്നും നമുക്ക് പ്രാർത്ഥിക്കാറുള്ളത് പോലെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്കെല്ലാവർക്കും സകലവിധ കഴിവുകളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും പഠിക്കാനായിട്ടുള്ളൊരു മനസ്ഥിതി സർവശക്തനായ തമ്പുരാൻ നിങ്ങൾക്കെല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്നും, അതോടൊപ്പം തന്നെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും തളർന്ന് വിഷമിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ നമ്മളുടെ ഇടയിലുണ്ട്. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുമുണ്ട്. അവർക്കെല്ലാവർക്കും സർവശക്തനായ നാഥൻ ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും മാറ്റി അവർക്കെല്ലാവർക്കും സന്തോഷവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും. ചിലപ്പോൾ നാളെ ഈ തേർഡ് പീരീഡ് മൂന്നാമത്തെ ബാച്ചിന് 2 ക്ലാസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് വൈകിട്ട് തന്നെ ആയിരിക്കും. അത് ഞാൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. കാരണം എക്സ്റ്റൻഷൻ്റെ ഒരു ക്ലാസ്സും ഈ പോക്സോ ആക്ടിൻ്റെ ബാക്കി തുടർച്ചയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വൈകിട്ട് സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 8 മണിക്ക് ശേഷമായിരിക്കും ക്ലാസ്സുകൾ വരിക. അപ്പോൾ അതിനു മുമ്പ് ഒതുക്കി വെക്കാനുള്ള പണികളൊക്കെ ഉണ്ടെങ്കിൽ ഒതുക്കി വെക്കണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടൈം അറേഞ്ച്മെൻറ്റിനെ പറ്റി ഇപ്പോൾ സൂചിപ്പിച്ചത്. നാളത്തെ കാര്യം നാളെ പറയാൻ പറ്റത്തുള്ളൂ, എങ്കിൽ പോലും ഇന്നൊന്ന് സൂചിപ്പിച്ചതാണ് ചിലപ്പോൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.